ചേട്ടാ കളവുണ്ടോ? എന്താ ഒരു മാങ്ങ മാങ്ങ ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്? പേരേട്ടൻ ഇല്ലേ? ആരോട് ചോദിച്ചിട്ടാണ് ഗേറ്റ് കടന്നത്? പേരേട്ടൻ കടന്നു പോണ് എന്ത് കടന്നു പോണ എടാ മാങ്ങൊക്കെ എന്താ ചെറുതായി വന്ന് തുടങ്ങിയല്ലോ അതിന്റെ മുമ്പ് എടാ വളപ്പെന്ന് പോണം ആകെ 4 കണ്ണിമാങ്ങണ്ട അതിന്റെ മുകളിൽ അതിന്റെ പപ്പത്തിന് എറിഞ്ഞു കാണിക്കും ഇത്ര പോരിലട പോത്തഞ്ചി കുട്ടിയെ മോനെ ഈ രാമകൃഷ്ണന്റെ മോനല്ലേ? എന്തിനാടാ ഈ മനുഷ്യപ്പറ്റില്ലാത്തവരുടെ തൊടിയിലൊക്കെ ഇട്ട് മാങ്ങ ഇറക്കാൻ നിൽക്കണ്? അനക്ക് മാങ്ങ വേണമെങ്കിൽ എന്റെ വീട്ടിൽ വന്നിട്ട് വേണ്ടത് പൊട്ടിച്ചിട്ട് വെക്കണേ. അവിടെ പോയി തിന്നോ. അവന്റെ വീട്ടിൽ മുഴുവനെ മാങ്ങേ ഒരുപാടുണ്ട്. ഒക്കെ കെട്ടിയിട്ട് കൊണ്ടുവന്ന ചിലവരുടെ വിചാരം മരിച്ചു പോകുമ്പോ. ഈ മതില് ഞാൻ കെട്ടാൻ നിന്നപ്പോഴേ തടുക്കാൻ നിന്നവരാ ചിലര്. അവസാനം അളന്ന് നോക്കിയപ്പോ ഇതിന്റെ മതിലൊക്കെ അവനവന്റെ സ്ഥലത്താ കെട്ടുക. മതിലൊക്കെ അവനവന്റെ സ്ഥലത്ത് കെട്ടണം. ആരേട്ടതിനെ എങ്ങനെ സഹിക്കുന്നു? ചത്തു മുമ്പ് എനിക്ക് കുറെ മാങ്ങയും കൂടി കൂടെ കൊണ്ടുപോകാൻ പറ്റിച്ചിട്ടാണ് തോന്നുന്നു. മനുഷ്യ പറ്റില്ലാത്ത അത് ഇവിടെ വേണ്ട. അവനവന്റെ സ്ഥലത്താണ് മതിലൊക്കെ കെട്ടേണ്ടത്. എടാ അവനവന്റെ സ്ഥലത്തല്ലേ മതിൽ കെട്ടേണ്ടത്. എന്താച്ചാ കള്ള കഴിവേറികള് മാങ്ങ അറിയാൻ വേണ്ടി വന്നിരിക്കണേ. നമ്മുടെ മറ്റേ മുടിയാ. ആ മുടിയില്ലടാ എന്റെ കൂടെ നടക്കണേ. അവനങ്ങോട്ട് പോണണ്ട്. അവൻ വന്നിട്ട് മാങ്ങറിയായിരുന്നത്. ശരി, അതാ ഞാൻ വിളിച്ചിട്ട് നിന്നില്ല അവൻ. ഇനി ഒറ്റ ആളോട് കയറണ്ട. ഇവിടെ സമ്മതം ചോദിക്കാതെ ഒരാളും ആ പടിയോട് കയറണ്ട. ഓനോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തടാ. പോട്ടെ ചെന്ത് പോട്ടെ. വേറൊരാള് പറയാണ് മതില് കെട്ടാൻ നമ്മൾ സ്ഥലം കൊടുത്തില്ലാന്ന്. മതിലൊക്കെ അവനവന്റെ സ്ഥലത്ത് കെട്ടണ്ടേ. അത് ചില ആളുകൾക്ക് പിടിച്ചില്ലാന്ന്. പിടിക്കാത്തവർക്ക് പിടിക്കണ്ടടാ. അവനവന്റെ സ്ഥലത്താ മതിൽ കെട്ടേണ്ടതേ അല്ലേ. നമ്മൾ 2 സെന്റ് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ ആളായി നമ്മള്. അങ്ങനെ ഇപ്പൊ ഞങ്ങൾക്ക് ആൾക്കാരാവണ്ട. അങ്ങനെ വിടാനൊന്നും പറ്റില്ലേ. എന്തിനാ സൂതേട്ടാ അവിടെ വന്ന് കയ്യും കലാശവും കാണിച്ചിട്ടല്ലേ അച്ഛന് പ്രാന്ത് കയറണത്? എടാ പ്യാരിമോനെ ഞാനെടാ നിന്റെ തന്തയ്ക്ക് വയസ്സാവും തോറും പ്രാന്ത് കൂടിയിരിക്കാൻ ഒന്നും അടങ്ങിയിരിക്കാൻ പറ. നീ ഉറക്കം പറഞ്ഞോ. പറഞ്ഞടാ. കൊല്ലം എത്ര ചെയ്ത് തുടങ്ങിയിട്ട് നിങ്ങൾ തമ്മില് അയൽവക്കല്ലേ? മരിച്ച ഓടിക്കൂടുന്ന ആളുകളല്ലേ നമ്മള്. മനുഷ്യരല്ലേ? എത്ര ഇത് കേട്ടിരിക്കുക. ഒന്ന് ഒതുങ്ങിയിരിക്കാൻ പറയട്ടെ. എത്ര കാലമായി സൂതേട്ട ഒന്നും മാനോ മര്യാദ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞാനാണോ? നേരെ നോക്കിയാ കീരിയും പാമ്പാണ് രണ്ടാളും. അച്ഛനും മിണ്ടാതിരുന്നൂടെ എന്ന്. അതോട്ടാ പ്രാവശ്യം നമ്മളെ മെസ്സി ഒരു കലക്കൂട്ടോ. കാരണം എന്താ അറിയോ, മെസ്സിക്ക് ഇനി കളിയില്ലല്ലോ. ഈ വേൾഡ് കപ്പോടെ മെസ്സി വിരമിക്കല്ലേ. വിരമിക്കാൻ പ്രായവന്. അത് ശരി, നിങ്ങളെ പോലെ 65 വയസ്സിലല്ല വിരമിക്കല് ഫുട്ബോൾ കളിക്കാര്. ഒരു നേരത്തെ വിരമിക്കും. ഇവർക്ക് ആ സ്റ്റാമിന കൊണ്ട് പോകുമ്പോഴേക്ക് തന്നെ വിരമിച്ചാള് ഒരു. പക്ഷെ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ കളിയില് മെസ്സി ഒരു കളി കളിക്കും. നിങ്ങൾ കണ്ടോളി. നെയ്മറെ പോലത്തെ ഒരു കളിയൊന്നും ഈ മെസ്സിക്ക് കളിക്കാനാവൂല. നിങ്ങള് മെസ്സിനെയും നെയ്മറിനെയും കൂടി നിങ്ങൾ കമ്പയർ ചെയ്യാൻ പാടില്ല. അങ്ങനെയല്ല. ഈ മെസ്സിന്റെ കൈമില് കാൽമില് ബോൾ ഇങ്ങോട്ട് കിട്ടിയാണ്ടല്ലോ, ആ ബോളേറ്റ് എന്താ ഇങ്ങനെ ഒരു കളിയുണ്ട്. ഒരു മനുഷ്യന് കൊടുക്കാണ്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് അടുത്ത പോസ്റ്റ് കൊണ്ട് ഗോളായിക്കോളും. അങ്ങനെ 5 മിനിറ്റ് ബോൾ കൊണ്ട് കളിക്കുന്ന പണ്ടത്തെ പേല. ആ പേലേന്റെ കളി അടിപൊളി കളിയാ. പേലക്ക് ശേഷം പിന്നെ ഏറ്റവും വലിയ കളി കളിച്ച മെസ്സി തന്നെയാണ്. അത് നെയ്മറാ ഞാൻ പറയുന്നത്. അതെ, മന്മഥൻ എന്താ പറഞ്ഞു വരുന്നേ? എന്താണ് മുതല് മേടിച്ചു പോയത്? എന്താണ് ഇങ്ങടെ വന്ന് നോക്ക്. ഒരു വലിയ ടി വി മേടിച്ചിട്ടാകട്ടാ. 55 ഇഞ്ചാണ് മതിലെ പിടിപ്പിക്കണത്. തിയേറ്ററിൽ ഇരുന്ന് കാണുന്നവര് കാണാം. എന്തൊരു ക്ലിയർ. അപ്പൊ ഇപ്രാവശ്യം ഖത്തർ
നമ്മളെ പ്യാരിന്റെ വീടാ. എല്ലാവർക്കും ഇത് കാണാൻ രസമല്ലേ? അർജന്റീനയുടെ കളിയിൽ അത് സാധനം മേടിക്കണേ. ഏയ് കുടിയൊന്നും വീട്ടിൽ നടക്കൂല. അച്ഛൻ കലിപ്പുണ്ടാക്കുന്നേ. കുപ്പിയില്ലാതെ എന്ത് കളി? അച്ഛനെയൊക്കെ നമുക്ക് പറ്റിക്കാം. ഞാൻ എന്റെ അച്ഛൻ എത്രയാ പറ്റിക്കുന്നത്? ജ്യൂസ് വാങ്ങിയിട്ട് അതിനകത്ത് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ജ്യൂസ് കുടിക്കണമല്ലോ. ഇല്ല തീറ്റയും കുടിയൊന്നുമില്ല. കളി എല്ലാവരും കൂടി ഇരുന്ന് കാണും. കുടിയൊക്കെ വേണം. നമുക്ക് സ്പോൺസർ ചെയ്യാം. പിന്നെ ആദ്യമായിട്ടാണ് വേൾഡ് കപ്പ് ഇത്ര വലിയ ടിവിയിൽ കാണാൻ പോകുന്നത്. ഇത് ടിവിയുടെ വില അറിയാമോ? 1,00,000 രൂപ. ഏതായാലും മേടിക്കല്ലേ, ഗംഭീരമായിട്ട് ഇരിക്കട്ടെ. അടി കളിക്കാം. വണ്ടി എടുത്തോ. എല്ലായിടത്തും പറയട്ടാ. എല്ലാ പിള്ളേരും പറ. എല്ലാവരും ഒരുമിച്ച് പിന്നെ ഫിറ്റ് ചെയ്യാൻ അവിടെ ആള് വരും. സിനിമ കാണുമ്പോൾ ഉണ്ടാവും. പുതിയ ടി വി മേടിച്ച പ്യാരിയുടെ വീട്ടിലെ കളിയാണ് പറഞ്ഞ കേട്ടാ. കളിയാണ് പറഞ്ഞ വൈകിട്ട് പുതിയ ടി വി മേടിച്ച് ഇപ്രാവശ്യം നമ്മൾ പൊളിക്കൂ. മെസ്സിനെ കയ്യിലാണ്ട് കാണുമ്പോണ്ടല്ലോ പള്ളറിഞ്ഞു. പ്യാരിയുടെ വീട്ടില് 1,00,000 രൂപ. ചായ. അതെ, ആ പുതിയ വലിയ ടിവിയില്ലേ, അത് കൊള്ളാം. ആണോ? ഞാൻ മഹാഭാരതം കണ്ടു. ഓ, മഹാഭാരതം കണ്ടോ? ആ, യുദ്ധമൊക്കെ ഇങ്ങനെ അടുത്ത് കാണും പോലെ. അതെയാ? ആ, രസണ്ട്. ആ, ഒന്ന് കാണാം. വൈകിട്ട് ഒന്നുകൂടെ കാണാം. ഇപ്പൊ കാണാം. ഏയ് വൈകിട്ട് മതി. മതിയോ? ആ. Mexico undiluted. There's a line in that anthem which reads, "And the earth trembles to its core." എന്താ ഈ അടുത്തത്? പെട്ടെന്ന് കളി ഇപ്പൊ തുടങ്ങും. എന്താണ് ഈ അർജന്റ് എന്ന് പറഞ്ഞു പോണത്? അർജന്റീനയുടെ കളിയാണ്. നിങ്ങൾ പോരുണ്ടോ? അർജന്റീന അല്ല പ്യാരിയെ ഞാനുണ്ട്. Today he meets Maradona, game for World Cup game. Maradona. This, of course, is that Maradona wore the belt that Messi is still missing. This then is potentially the hit. Qatar were eliminated somehow after their event yesterday. Matt, World Cup 22, in which the participants is playing in the moment for their continued involvement. Oh, it's not just anyone, it is Messi. It's not just anyone, it is Argentina, it is Messi. ഇല്ല അതെ ഇന്ന് കോച്ച് വേറൊരു പാറ്റേൺ ആണ്. 4-3-2 Just Di Maria. അയ്യോ For the ball, so the first one. അത് പ്രശ്നം Been where Messi on the edge of the box trying to commit players. Protects the ball really well. Gutierrez into the box. Attack from this kind of distance. How
They yearn for a Messi moment. Messi. Messi, Fernandes, Di Maria. Lionel Messi. Messi's here! That's what they came for! That's what they came for! The magic man! That's what they came for! That's what they came for! One more Messi moment! 2-0 alive! The noise in here! Sight of goal! ഗോള് ഗോള് നല്ല സ്ഥലമാണ് നല്ല ആശ്വാസായി Team needing it the most. I mean, ഒന്നേ സീറോ വലിപ്പം such a privilege just to be in the same ground as one of the world's greatest of all time, perhaps the greatest. അതെ ഒരെണ്ണം അടിച്ചപ്പോ സ്പീഡാക്കി ഇന്ന് നമ്മൾ മുമ്പിൽ നടക്കല്ല അച്ഛാ എപ്പോഴാണോ പൊട്ടിക്കല് പൊട്ടിച്ചില്ലേ Martinez. ഇതെന്താ ഇത്? എന്താ ഞാനിതെല്ലാം കൂടെ ചവിട്ടി പൊളിച്ച് വലിച്ചെറിയാൻ പിടിച്ചു. എന്താ പറയണേ? എന്തൊരു കളിയത്? ഇങ്ങനെ ഫുട്ബോൾ കളി? ഗോളി അടിപൊളി ഗോളിയാ. എന്താ ഓന്റെ പിടിച്ചോണ്ടില്ലേ? നിങ്ങൾ ആരുടെ ടീമാണ്? നിങ്ങൾ ആരുടെ ടീമാണ്? ഞാൻ അർജന്റീനല്ലേ. ദിശേ നീയാണോ വാതിൽ മൂത്രമൊഴിച്ചത്? ബാത്റൂമിൽ പോട്ടാ. ഇതെന്താ ചോദിക്കാൻ? ഇന്നത്തെ കളിയിൽ അർജന്റീന ജയിച്ചാല് എന്റെ മകൻ ഫുള്ളാ. അങ്ങനെ കാണ്ടങ്ങളെ